ഇന്ന് ലൈനിങ് ഇല്ലാത്ത ഒരു ടോപ്പാണ് നമ്മളിന്ന് തയ്ക്കാൻ പോകുന്നത്. ആദ്യം തുണി നന്നായി തേച്ചെടുത്ത് ഇതുപോലെ മടക്കിയിടുക. 42 ലെങ്ത്തുള്ള ചുരിദാറാണ് തയ്ക്കുന്നത്. അതിന് ഷോൾഡർ 6.25 ഞാൻ അടയാളപ്പെടുത്തുന്നത്. ഷോൾഡർ തന്നെ കൈക്കുഴി താഴേക്ക് ഡൗൺ ചെയ്ത് വരച്ച് ഇതുപോലെ വരച്ചെടുക്കുക. ചെസ്റ്റ് അളവ് 9.5 ഇഞ്ച്, 34 ചെസ്റ്റ് അളവുള്ള ആളുടെയാണ് തയ്ക്കുന്നത്. അതിൻ്റെ ഒപ്പം 4 ഇഞ്ചും കൂടി അഡീഷണലായിട്ട് ആഡ് ചെയ്യുമ്പോൾ 38, 38ൻ്റെ 4/1 9.5 അത് അടയാളപ്പെടുത്തി. അതിനുശേഷം ഷോൾഡറിൽ നിന്ന് താഴേക്ക് വേസ്റ്റ് ലെങ്ത്ത് 13, വേസ്റ്റ് റൗണ്ട് 8.5, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഞാനൊന്ന് മെറ്റീരിയൽ ഇപ്പുറത്തേക്ക് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഹിപ്പ് ലെങ്ത്ത് 19.5, ഹിപ്പ് റൗണ്ട് 10, 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൈക്കുഴിയുടെ ഭാഗത്ത് 1.5 ഇഞ്ച് ഇതുപോലെ പോയിൻ്റ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഷോൾഡറിൽ നിന്ന് സ്ട്രെയിറ്റ് വരച്ച് പകുതി എത്തുമ്പോൾ താഴേക്ക് ഷേപ്പ് ചെയ്ത് വരച്ച് ഇതുപോലെ ഷേപ്പിലെടുക്കണം. അതിനുശേഷം നമ്മുടെ ഹിപ്പ് റൗണ്ട്, ടോട്ടൽ ഹിപ്പ് റൗണ്ട് 11, അതിനോട് 1 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് അറ്റത്ത് 12 അടയാളപ്പെടുത്തി ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാം. കംപ്ലീറ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് മെഷർമെൻറ്റ്സൊക്കെ. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ വരച്ച പോയിന്റിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി സ്ലീവ് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫോൾഡഡായ വശത്ത് നിന്ന് 8.5 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് 2.5 താഴേക്ക് ഡൗൺ ചെയ്ത് വരച്ച് ഇതുപോലെ ഷേപ്പിൽ വരച്ചു കൊടുക്കുക. ഞാൻ സ്ലീവിൻ്റെ ഒരു കട്ടിങ് വീഡിയോ അഡീഷണലായിട്ട് ഇടാം കേട്ടോ. 14 ഇഞ്ച് താഴത്തേക്ക് ലെങ്ത്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. 13 മതി, 1 ഇഞ്ച് അഡീഷണലായിട്ട് ആഡ് ചെയ്ത് 14. നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് വരുന്നത് 5, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. നമുക്കിനി എത്ര ഇഞ്ചിലാണിത് കൈക്കുഴി വെട്ടേണ്ടതെന്ന് നമുക്ക് ഇതുപോലെ നമ്മൾ വെട്ടി വെച്ചാക്കുന്ന ബോഡി പോർഷൻ എടുത്ത് നമുക്ക് അടയാളപ്പെടുത്തി നമുക്ക് 11 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 10.25 മതി. അപ്പോൾ ഞാൻ വരച്ചത് കറക്റ്റായിരുന്നു. നമുക്ക് അവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആ വരച്ചതിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. ഞാൻ 11 കിട്ടിയിട്ട് 10.25 മതി എന്ന് പറഞ്ഞത് നമ്മൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുമ്പോൾ ഒരു 4 ഇഞ്ചോളം പോകുമല്ലോ, അതാണ് ഞാൻ 10.25 മതി എന്ന് പറഞ്ഞേട്ടോ. ഇനി നമുക്ക് ഒരു പേപ്പർ ക്യാൻവാസ് ഇതുപോലെ വെട്ടിയെടുക്കാം. അതിലേക്ക് ഒരു കുർത്തി നെക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അപ്പം അതിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് വിഡ്ത്തും 6 ഇഞ്ച് ലെങ്ത്തുമുള്ള പേപ്പർ ക്യാൻവാസിൽ നമ്മൾ ഇതുപോലെ നെക്കിന് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തുക. ഒരു കുർത്തി നെക്കാണ് നമ്മളിന്ന് കൊടുക്കുന്നത്. ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഒരു യു പോലെ കൊടുത്തിട്ട് ഇതുപോലെ കുനിപ്പ് കൊടുക്കണം. അവിടെ നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ഹാർട്ട് ഷേപ്പ് പോലത്തെ കിട്ടിയിരിക്കണേ. ഇനി നമുക്കൊരു ബാലൻസ് വന്ന തുണിയിലേക്ക് ഇത് നെക്കളവുകളൊക്കെ അടയാളപ്പെടുത്തിയതിന് ശേഷം നന്നായി അയൺ ചെയ്യുക. അയൺ ചെയ്തെടുക്കുമ്പോൾ അയൺ ബോക്സിന് ചൂട് കൂടാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ചെയ്തപ്പോൾ ആ സൈഡ് ഒന്ന് പിടിച്ചു പോയി, അതാണ് ആ കാണുന്നത്. നമുക്കിനി ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗം എടുത്ത് കുഴിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല, നമുക്കിപ്പോൾ അത് കുഴിച്ച് വെട്ടിയെടുക്കാം. അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ നെക്ക് അടിച്ചു വെച്ചിരിക്കുന്ന പേപ്പർ ക്യാൻവാസിൻ്റെ സൈഡൊക്കെ ഇതുപോലെ മടക്കി അടിച്ചെടുത്ത് ഫിനിഷ് ചെയ്തെടുക്കാം.
പേപ്പർ ക്യാൻവാസ് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യാം. നമ്മൾ സെൻറ്ററിൽ നിന്ന് നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് രണ്ട് സൈഡിലേക്കും ഇതുപോലെ അടയാളപ്പെടുത്തിയെടുക്കുക. അതിനുശേഷം മെറ്റീരിയലിൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെച്ച് നമുക്ക് രണ്ടെണ്ണത്തിൻ്റെയും കൂടി സെൻറ്റർ അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നെക്ക് അടിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകില്ല. നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെയാണ് തയ്ക്കണമെങ്കിൽ ഒരു സേഫ്റ്റി പിൻ കുത്തി വെച്ചിട്ടൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫിനിഷിങ്ങിന് കിട്ടും. ഞാനിപ്പോൾ എനിക്ക് പറ്റുന്നതുകൊണ്ട് ഞാനങ്ങനെ സേഫ്റ്റി പിൻ കുത്തി വെക്കാണ്ടാണ് തയ്ച്ചെടുക്കുന്നത്. നമ്മൾ ആ വരച്ച പേപ്പർ ക്യാൻവാസിൻ്റെ ആ ഷേപ്പിൽ തന്നെ സൂചി ഇതുപോലെ സെൻറ്ററിലെത്തുമ്പോൾ കുത്തി നിർത്തി നമുക്കത് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. നെക്ക് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് 4 ഇഞ്ച് ഗ്യാപ്പിട്ട് ഇതുപോലെ കുഴിച്ച് വെട്ടി കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കണം. ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വേഗം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ആ ഒരു കുനിപ്പൊക്കെ വന്നു കൊടുത്ത് നമ്മൾ കൈ കൊണ്ട് തള്ളി വെച്ച് കൊടുത്ത് ഇതുപോലെ നമുക്ക് എടുത്തതിന് ശേഷം നമുക്കൊന്ന് പതിപ്പിച്ച് തയ്ച്ചെടുക്കാം. കഴുത്തടിക്കുമ്പോൾ തുണി വലിച്ചൊന്നും പിടിക്കരുത്, അതിനെ ഫ്രീ ആയിട്ട് വിടണം. എനിക്ക് ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ആ എഡ്ജൊക്കെ നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്. നമുക്കിനി മെറ്റീരിയലിൻ്റെ ബാക്ക് പോർഷനിൽ നെക്ക് വരയ്ക്കാം. നമ്മൾ ഫ്രണ്ടിൽ 3 എടുത്ത സ്ഥിതിക്ക് ബാക്കിൽ നെക്ക് വിഡ്ത്ത് ഒരു 2.25 മതി. ഇതുപോലെ തന്നെ നമുക്ക് ബോക്സ് ആക്കി വരച്ച് അതിൽ നെക്ക് വിഡ്ത്തൊക്കെ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാം. ക്രോസ് പീസ് ജോയിൻ്റ് ചെയ്യാം. എനിക്കിതുപോലെ നല്ല വൃത്തിക്ക് ക്രോസ് പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ബാക്ക് പീസിലേക്ക് ക്രോസ് പീസ് മടക്കി വെച്ച് ഫിനിഷ് ചെയ്തെടുക്കാം, തയ്ച്ചെടുക്കാം. ക്രോസ് പീസിനെ വലിച്ചു പിടിക്കാണ്ട് മെറ്റീരിയലിലേക്ക് ഇതുപോലെ പയ്യെ വെച്ച് കൊടുത്ത് നമുക്ക് കഴുത്ത് അറ്റത്തേക്ക് തയ്ച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് പതിപ്പിച്ച് തയ്ച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് ഇതുപോലെ ഫ്രണ്ടും ബാക്കും കൂടി ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുക്കാം. ലോക്ക് ചെയ്ത് ഇതുപോലെ 2 ഷോൾഡറിൻ്റെയും തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ക്രോസ് പീസിനെ ഉള്ളിലേക്കിട്ട് പതിപ്പിച്ച് തയ്ച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഷോൾഡറിൽ നമുക്ക് സ്ലീവ് വെച്ച് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാം. 2 സൈഡിലത്തെ കൈ നമുക്ക് ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 കൈയും തയ്ച്ച് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി അടിച്ചെടുക്കാം. നേരത്തെ ഷേപ്പ് വരച്ചതിൽ കൂടി തന്നെ തയ്ച്ച് കൊടുത്തതിന് ശേഷം സ്ലിറ്റിൻ്റെ പോർഷനിൽ സൂചി കുത്തി നിർത്തി ലോക്ക് ചെയ്ത് ഒരു തയ്യലും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല സെക്യൂറായിട്ട് ഇരുന്നോളും. തിരിച്ചിട്ട് ഇതുപോലെ ഒരടിപ്പും കൂടി. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഷോൾഡർ കൈ കൂട്ടി 1.5 ഇഞ്ച് ഗ്യാപ്പിട്ട് ഇതുപോലെ സ്ലിറ്റിൻ്റെ പോർഷനിലേക്ക് സൂചി കൊണ്ടു ലോക്ക് ചെയ്ത് കുത്തിമുറ്റിയതിന് ശേഷം തിരിച്ചിട്ട് ഇതുപോലെ നമുക്ക് സ്ലീവിലേക്ക് ഒരടിപ്പ് കൂടി കൊടുക്കാം. ഞാനിവിടെ ഓവർലോക്ക് ചെയ്യുന്നത് അതുകൊണ്ട് 2 അടിപ്പ് ഇടുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് സ്ലിറ്റ് മടക്കി തയ്ക്കാം. ഇതുപോലെ നല്ല തുണിയിൽ വേരിയേഷൻ ഒന്നും വരാണ്ട് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം
നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ വരെയും കൊണ്ടുവന്നിട്ട് ഇതുപോലെ സൂചിയെ കുത്തി നിർത്തി തുണി ചുളുക്കൊന്നുമില്ലാണ്ട് വൃത്തിക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് താഴേക്ക് തയ്ച്ചെടുക്കാം. ഞാനൊന്ന് ക്യാമറ അടുത്ത് വെച്ച് കാണിച്ചു തരാം ഇപ്പുറത്തെ സൈഡ് തയ്ക്കുന്നത്. തുടക്കക്കാർക്കൊക്കെ ആകുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒത്തിരി പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോൾ. അപ്പോൾ തുടക്കക്കാരായി വരുന്നവരെല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ മെറ്റീരിയലിൽ സൂചി കുത്തി നിർത്തിയതിന് ശേഷം തയ്ച്ചെടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ. ഇനി ഏതൊക്കെ തരം സ്റ്റിച്ചിങ്ങിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോസൊക്കെയാണ് കാണിക്കേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യണം. നമുക്ക് ഇനി ഇത് താഴ്ഭാഗമാണ് ഞാൻ പഠിച്ചെടുക്കുന്നത്. അതിനുശേഷം ടക്ക് അടയാളപ്പെടുത്തുന്നതാണ്. ഷോൾഡറിൽ നിന്ന് താഴേക്ക് 9.5 ഇഞ്ച്, അവിടെ നിന്ന് താഴേക്ക് 9. ടക്കുകൾ തമ്മിലുള്ള അകലം 3.5 ഇഞ്ചാണ്. സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്ക് 3.5. പിന്നെ ടക്കിൻ്റെ സെൻറ്റർ കണ്ട് അവിടെ നിന്നൊരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ ഇതുപോലെ വരച്ചെടുക്കണം. ഇനി നമുക്ക് ടക്ക് അടിച്ചെടുക്കാം. ടക്കൊക്കെ അടിച്ച് നമ്മുടെ ചുരിദാർ ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫിനിഷ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ലുക്കാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നല്ല വൃത്തിക്ക് നമുക്ക് ഇതിൻ്റെ നെക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. Thanks for watching.